ആണ്ടവരുടെ നാമം മഹിമപ്പെടുമാറാകട്ടെ. ആണ്ടവർ നമുക്ക് പിന്നെ ഒരു കർത്തൃദിവസം നൽകിയിരിക്കുകയും ആണ്ടവർ തന്നിരിക്കുന്ന കർത്തൃദിവസത്തിൽ നമുക്ക് ആണ്ടവർക്ക് വേണ്ടി നമുക്ക് സ്തുതിക്കാം, അവനെ പുകഴ്ത്താം. ഇന്ന് നമ്മൾ എപ്പിസോഡ് 177 C26 ആണ് പഠിക്കാൻ പോകുന്നത്. 177 C26. നമ്മളിത് ബൈബിൾ സ്റ്റഡിയാണ്. ഇന്ന് കൊലസ്യരുടെ പുസ്തകം നിർഗമം 1:28-29 വാക്യത്താണ് നമ്മൾ ഇന്ന് വാസിക്കാൻ പോകുന്നത്. അതിന് മുമ്പ് ഇപ്പോൾ கொஞ்சம் പിന്നാടി പോയിട്ട് ആണ്ടവർ നമ്മളോട് என்ன சொல்லுதுன்னு നമുക്ക് பார்த்துட்டு നമുക്ക് ഈ വാക്യത്തിലേക്ക് നമുക്ക് കടക്കാം. അന്നേരം ആണ്ടവർ നമുക്ക് തരുന്ന ആലോചന എല്ലാമേ ஆண்டவருக்கு சித்தமாக இருப்பான் தக்கோணம் நமக்கு இருப்பான் தக்கோணம் சகாய்க்கணும். இங்கே பவுலோஸ் சொல்லுற மாதிரி தான் நமக்கு சில 27ஆம் വാക്യത്തിൽ to whom would make known what is the riches നമ്മൾ വായിക്കുന്ന അവരോട് ഇടയിൽ ആണ്ടവരുടെ മർമ്മത്തെ അല്ലെങ്കിൽ ആണ്ടവരുടെ രഹസ്യത്തെ അത് എന്നെ പണുവാൻ ആഗ്രഹിക്കുന്ന അത് അതിൻ്റെ മഹിമാതനം, അതായത് ആ ആണ്ടവരുടെ മഹിഴ്ചയ്ക്ക് ഒപ്പമായിട്ട് താൻ എന്നെ പണണം, അതിൻ്റെ ധനത്തിന് ഒപ്പവണ്ണം ഞാൻ ആണ്ടവരെ പറ്റി പേശുവാൻ തക്കവണ്ണം ഞാൻ ആഗ്രഹിക്കുന്നത്. അത് ആണ്ടവർക്ക് ചിത്തമായിരിക്കണം. അന്നേരം ഇங்கே அப்போஸ்தலனாയ പൗലോസ് சொல்லுது, ഞാൻ சொல்லுന്ന ഈ മർമ്മങ്ങൾ ആണ്ടവർ എന്നോട് തന്നത് ആണ്ടവരുടെ മഹിമാധനത്തിന് അല്ലെങ്കിൽ ആണ്ടവരുടെ കൃപാധനത്തിന് ഒത്തവണ്ണം എനിക്ക് തന്നിരിക്കുക. ആ തന്നിരിക്കുന്നത് അത് ആണ്ടവരുടെ ചിത്തമനുസരിച്ച് നിങ്ങളോട് പേശുവാൻ തക്കവണ്ണം ഞാൻ വിസാരിക്കുന്നത്. ഞാൻ சொல்லுது മർമ്മം മഹത്വത്തിൻ്റെ പ്രത്യാശ. അത് എന്നതിന് சொல்லியால் മർമ്മം എന്ന് சொல்லிയാൽ രഹസ്യം എന്ന് പറയാൻ മഹത്വത്തിൻ്റെ പ്രത്യാശ, അതായത് മേഴ്ചയുടെ പ്രത്യാശ, അല്ലെ ഹോപ്പ് എന്നാണ് ഇങ്ങനെ നമ്മൾ അത് ക്രിസ്തു നിങ്ങളിൽ ഇരിക്കുന്നു എന്നുള്ളത് തന്നെ. അതായത് ആ മഹത്വത്തിൻ്റെ പ്രത്യാശയായ ക്രിസ്തു നിങ്ങളിൽ വസിക്കുന്നു. അന്നേരം ഇങ്ങനെ നമ്മൾ വാസിക്കുന്നത് ക്രൈസ്റ്റ് ഇൻ യു ദ ഹോപ്പ് ഓഫ് ഗ്ലോറി. ആ ഹോപ്പ് ആണ്ടവരുടെ ആണ്ടവർ നിങ്ങളോട് ആഗ്രഹിക്കുന്നതിനാൽ അവൻ്റെ മഹിമാധനത്തിനൊപ്പം വണ്ണം നമ്മൾ ആണ്ടവരുടെ വചനം മനുഷ്യനോട് சொல்லணும். അത് அப்படித்தான் அப்போஸ்தலனாയ പൗലോസ് பண்ணியாச்சு. അതുകൊണ്ട് തന്നെ அப்போஸ்தலன் சொல்லுது, ഞാൻ சொல்லுന്നതെല്ലാം ആണ്ടവരുടെ വചനം താൻ சொல்லுது, ആണ്ടവരുടെ രഹസ്യം താൻ നിങ്ങളെ ഞാൻ சொல்லி കേൾപ്പിക്കുന്നത് എന്ന് ഞാൻ சொல்லுது. whom we preach wearing every man. ഞാൻ ആരോടൊക്കെ പേശുന്നോ എല്ലാ മനുഷ്യരോടും ഞാൻ നിങ്ങളോട് വാണിംഗ് തരുവാണ്. ഞാൻ എല്ലാ മനുഷ്യർക്കും ഞാൻ വാണിംഗ് തരുക, അല്ലെങ്കിൽ ഞാൻ നിങ്ങൾക്ക് നിങ്ങളോട് சொல்லுക എന്ന് சொல்லி നിങ്ങൾ ரொம்ப ജാഗ്രതയായിരിക്കെ ആൻഡ് ടീച്ച് എവരി മാൻ ഇൻ ഓൾ വിസ്ഡം. ഞാൻ എന്നാ നിങ്ങളോട് പഠിപ്പിക്കുന്നോ, അതായത് ഞാൻ എന്നാ വാസിച്ച് നിങ്ങളോട് പ്രവചിക്കുന്നോ, ഞാൻ ചൊല്ലുന്നത് എല്ലാമേ അത് എവരി മാൻ ഇൻ ഓൾ, അത് ആണ്ടവരുടെ എല്ലാ ബുദ്ധിയും ജ്ഞാനത്താൽ താൻ നിങ്ങളോട് പേശണമെന്ന് ആഗ്രഹിക്കുന്നു. അതാണ് എൻ്റെ വാഞ്ച എന്ന് ഇங்கே അപ്പോസ്തലനായ പൗലോസ് ചൊല്ലുകയാണ്. ദാറ്റ് വി മേ പ്രസൻറ്റ് എവരി മാൻ ഇൻ പെർഫെക്റ്റ് ഇൻ ക്രൈസ്റ്റ്. അതുകൊണ്ട് എന്നെ പറ്റും എല്ലാ മനുഷ്യരും, അതായത് ആണ്ടവരെ വിശ്വസിച്ച എല്ലാ മനുഷ്യരും എന്നെ പറ്റും അവരെ ആണ്ടവരായ യേശുക്രിസ്തുവിൻ്റെ മുമ്പിൽ പെർഫെക്റ്റായിട്ട് അല്ലെങ്കിൽ അത് സമ്പൂർണ്ണമായിട്ട് സമർപ്പിക്കുക, അല്ലെങ്കിൽ സമ്പൂർണ്ണമായി തീരുവാൻ തക്കവണ്ണം. അതായത് അപ്പോസ്തലനായ പൗലോസിൻ്റെ പൂർണ്ണമായ ഇച്ഛ എന്ന് ചൊല്ലിയാൽ, പൂർണ്ണമായ ആഗ്രഹം എന്ന് ചൊല്ലിയാൽ, അവൻ്റെ ആഗ്രഹം എന്ന് ചൊല്ലിയാൽ, ഞാൻ ചൊല്ലുന്ന വചനം മൂലം നിങ്ങൾ ആണ്ടവരായ യേശുക്രിസ്തുവിനെ പരിപൂർണമായിരിക്കണം, അല്ലെങ്കിൽ നിങ്ങൾ പെർഫെക്റ്റ് ആയിരിക്കണം. അതുകൊണ്ട് ഞാൻ എന്നാ ചൊല്ലുക, ഞാൻ ആണ്ടവരുടെ ജ്ഞാനത്തിലും ബുദ്ധിയിലും ജ്ഞാനത്തിലും ഞാൻ പേശുക. എൻ്റെ വചനമല്ല ഇത്, ഞാൻ പറയുന്ന വചനമല്ല. ആണ്ടോർ എനിക്ക് തന്ന വചനത്തെ നിങ്ങളോട് ചൊല്ലുമ്പോൾ അത് നിങ്ങളുടെ ഹൃദയത്തിൽ ചെല്ലുവാനും നിങ്ങൾ പരിപൂർണ്ണ അല്ലെങ്കിൽ നിങ്ങൾ സമ്പൂർണ്ണ മനുഷ്യനായി തീരുവാനും ഞാൻ ഇച്ഛിക്കുന്നു. അതാണ് എൻ്റെ ആഗ്രഹം എന്ന് എനിക്ക് അപ്പോസ്തലൻ
29 വാക്യത്തിൽ വേർ ആൻഡ് ടു ഐ ഓൾസോ ലേബർ സ്ട്രൈവിങ് അക്കോർഡിംഗ് ടു ഹിസ് വർക്കിംഗ്. അതുകൊണ്ട് അതിനാൽ ഞാൻ എൻ്റെ അവൻ്റെ വ്യാപാര ശക്തിയിൽ ഒത്തവണ്ണം പോരാടേണ്ടത്. അതായത് നമ്മളൊരു നമുക്ക് അവന് വേണ്ടി വേല பண்ணுവാൻ വേണ്ടി എന്നാ പണണം, നമുക്ക് അവന് വേണ്ടി വേല ചെയ്യുവാൻ തക്കോണം വേണ്ടി തന്നെയാണ് ഞാൻ ഈ കഠിനാധ്വാനം ചെയ്യുന്നത്. ഇൻ മീ മൈറ്റി. അതുമൂലം ആണ്ടവരുടെ ആ ശക്തി ബലം എന്നിൽ കൂടെ നിങ്ങൾക്ക് கிடைக்குമാറാകണം. അന്നേരം എങ്കിൽ നമ്മൾ വാസിക്കുന്നത് ഞാൻ എന്നിൽ ബലത്തോട് വ്യാപരിക്കുന്ന, അതായത് എന്നിൽ എന്നെ പറ്റുക ആണ്ടവരുടെ വചനം ശക്തിയോടും ബലത്തോടും കൂടെ എന്നിൽ വരികയും അത് മുഴുവനും എൻ്റെ നിറഞ്ഞിരിക്കുകയും അവൻ്റെ വ്യാപാര ശക്തിയാൽ ഒത്തവണ്ണം അതിൻ്റെ ആ ബലത്തിലും ശക്തിയാലും എന്നാ ചെയ്യുവാണ് ഒത്തവണ്ണം പോരാടിക്കൊണ്ട് അതിനു വേണ്ടി ഞാൻ യുദ്ധം പണിക്കൊണ്ട് ഞാൻ വേല പണുക. അന്നേരം ഇങ്ങനെ ചൊല്ലുന്നതെന്ന് പറഞ്ഞാൽ അവൻ്റെ ശക്തിയോട് അതിന് നമുക്ക് ആരോട് പോരാടണം? പിശാചിനോട് പോരാടി വേണം നമുക്ക് സംസാരിക്കാൻ. അതുമാത്രമല്ല, പിശാച് മാത്രമല്ല, ഈ മനുഷ്യർ അവരോട് അധ്വാനിച്ച് അവരോട് ചൊല്ലുമ്പോൾ അവർ എന്നതായിരിക്കണം, അവർ സമ്പൂർണ്ണരായിരിക്കണം, അവർ ഫുള്ളായിരിക്കണം. നമ്മളിങ്ങനെ നമ്മൾ വാസിച്ച് 26 മുതൽ നമ്മൾ വാസിച്ചത്. അതുകൊണ്ടാണ് അവർ എന്നെ ചൊല്ലുന്നത്, ആണ്ടവരുടെ ആ രഹസ്യം നിങ്ങളോട് ചൊല്ലുന്നത്. അന്നേരം ആണ്ടവരുടെ രഹസ്യം ചൊല്ലുക എന്നാൽ ആ രഹസ്യം ഇതുവരെയും രഹസ്യമായിട്ടിരുന്ന ചെയ്യാൻ കാരണം ആണ്ടവർ ആ തക്ക സമയം, അതായത് ഇതെല്ലാമേ ഈ ലോകത്തിലുള്ള സകല മാനവർക്കും അറിയത്തക്കവണ്ണം ചൊല്ലുവാൻ വേണ്ടി, അല്ലെങ്കിൽ മുഴുവനും ജനറേഷൻ അല്ലെങ്കിൽ മുഴുവനും മനുഷ്യർക്ക് അറിയുവാൻ തക്കവണ്ണം ഞാൻ എന്നാ ചെയ്ത് അതെല്ലാം അതെല്ലാവർക്കും മറഞ്ഞിരുന്നാൽ, അതായത് അത് രഹസ്യമായിരുന്നാച്ചേ അത് എന്നാ എങ്കിൽ ഇപ്പോൾ അവൻ്റെ വിശുദ്ധന്മാർക്ക് വെളിപ്പെട്ടിരിക്കും. അത് ഇപ്പോൾ എന്നെ പറ്റിയിരിക്കുന്നത് അവൻ ചൊല്ലുക, അതിപ്പോൾ ഞാൻ മൂലം വിശുദ്ധന്മാരായ അല്ലെ ആണ്ടവരെ സ്വീകരിച്ചവരായ ആണ്ടവരുടെ മക്കളോട് ഞാനെല്ലാം വെളിപ്പെടുത്തിയിരിക്കുന്നത്. എന്തുവാണ് ആ ചൊല്ലിയിരിക്കുന്നത്? അത് നമ്മൾ 29 വാക്യത്തിൽ വാസിക്കുന്നു, 28 വാസിക്കുന്നു. അവനിൽ നമ്മൾ സമ്പൂർണ്ണരായി തീരണം. എപ്പോഴും നമ്മൾ സമ്പൂർണ്ണരായി തീരും? അത് നമ്മൾ ജാതികൾ അല്ലെങ്കിൽ ഇസ്രായേൽ മക്കൾ ഇതെല്ലാവരുമേ ഒരുപോലെ സമ്പൂർണ്ണരായി തീരണം. അതായത് അവനിൽ വിശ്വസിച്ചാൽ ഏവരും അവനിൽ സമ്പൂർണ്ണരായി തീരണം എന്നാണ് അപ്പോസ്തലനായ പൗലോസ്. അതിൻ്റെ 27 വാക്യം, God would make known what is the riches of glory. അതുകൊണ്ട് ആണ്ടവരുടെ മഹാത്മ്യം അല്ലെങ്കിൽ ആണ്ടവരുടെ മഹിഷ എത്ര മട്ടും ഉണ്ട് എന്ന് നമുക്ക് തിരിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആ മിസ്റ്ററി നമ്മൾ പഠിച്ചെങ്കിൽ മട്ടും താൻ നമുക്ക് മനസ്സിലാവും. കാരണം അവൻ്റെ മിസ്റ്ററി, അവൻ്റെ രഹസ്യം അത് ഇസ്രായേൽ മക്കൾക്ക് മറ്റുമല്ല, അത് ഈ ജാതികൾക്കും നൽകിയാച്ച്. അതായത് നമ്മളെപ്പോലെ എന്നെപ്പോലെ ജാതികളായ മനുഷ്യർ, ഞാൻ യഹൂദനല്ല, ഞാൻ ജാതി താൻ, അങ്ങനെയുള്ള എനിക്കും അത് വെളിപ്പെടുത്തി തന്നു. അതുമൂലം ഞാൻ അവൻ്റെ മഹിമയ്ക്ക് ഒപ്പം ഞാൻ ഉയരുവാനും അവൻ്റെ മഹിമയ്ക്ക് ഒപ്പവണ്ണം അവനെ സ്തുതിപ്പാനും അതുമൂലം അവനെ മഹിഴ്ച കൊടുപ്പാനും എനിക്ക് ഇടവരണം. അതാണ് അപ്പോസ്തലനായ പൗലോസ് അപ്പോസ്തലൻ്റെ വാഞ്ച. അത് എന്നെ അപ്പോസ്തലൻ അത് എന്നെ പണിയാച്ചേ, അത് നിങ്ങളുടെ ഇടയിൽ കൊണ്ടുവന്നാച്ച്, അത് നിങ്ങളോട് ഞാൻ ആ വചനത്തെ നിങ്ങൾ ചോദിച്ചു. അതുകൊണ്ട് വിച്ച് ഈസ് ദ ക്രൈസ്റ്റ് ഇൻ യു, അത് മാത്രമല്ല നിങ്ങളിലിരിക്കുന്ന ക്രിസ്തുവിൽ ക്രിസ്തുവിൽ ഞാൻ നിങ്ങളുടെ മുമ്പിൽ ആ വചനത്തെ ഞങ്ങൾ വെക്കുവാണ്. അതായത് നിങ്ങൾ പഠിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവേണ്ടത് പറഞ്ഞാൽ നമുക്ക് ക്രിസ്തുവിൽ കിട്ടിയ മഹിഴ്ച എന്നതെന്ന് നമുക്ക് അതിൽ മൂലം നമുക്ക് തെളിവായി വരും. നമുക്ക് അവൻ്റെ മഹിമാധനം അവൻ്റെ മഹിഴ്ചയുടെ ധനത്തിനൊപ്പമാണ് താൻ നമുക്ക് നൽകിയിരിക്കുന്നത്. വചനം നമുക്ക് നൽകിയിരിക്കുന്നത് അവൻ്റെ മഹിഴ്ചയ്ക്കൊത്ത ഒപ്പം താൻ. ആ മഹിഴ്ചയ്ക്ക് ഒപ്പമായിട്ട് നമുക്ക് കിടക്കുമ്പോൾ നമ്മൾ എന്നാ പറയണം?
അവൻ്റെ മഹിഴ്ചയ്ക്ക് ഒപ്പവണ്ണം നമുക്ക് അന്നേരം നമ്മൾ അന്നേരം അവന് ചിത്തമാവുന്ന രീതിയിൽ അവൻ്റെ മഹിമയ്ക്കൊത്തവണ്ണം നമുക്ക് അവനെ നമ്മൾ സ്തുതിപ്പാൻ തക്കവണ്ണം അവനെ മഹത്വം കൊടുക്കാൻ തക്കവണ്ണം നമുക്ക് ഇടവരണം. എല്ലാത്തിൻ്റെ ഉദ്ദേശം എന്ന ചൊല്ലിയാൽ, അതിൻ്റെ പൊരുൾ എന്ന ചൊല്ലിയാൽ, ആ പൊരുളെന്ന് ചൊല്ലിയാൽ ആണ്ടവർക്ക് നമ്മൾ മഹിഴ്ച കൊടുക്കുക. ആണ്ടവരായ യേശുക്രിസ്തു, അതായത് പുത്രനായ ആണ്ടവർ, അതായത് പിള്ളയായ യേശുക്രിസ്തുവിനെ പിതാവിൻ്റെ മഹിഴ്ച, ആ മഹിഴ്ച നമ്മൾ പുത്രനും കൊടുക്കുവാൻ തക്കവണ്ണം നമ്മൾ ഇടയാക്കണം. കാരണം നമുക്ക് എപ്പടി പിതാവിനെ നമ്മൾ പാക്കതയില്ല. നമ്മൾ വചനത്തിൽ വാക്കണം, ആരും പിതാവിനെ അല്ലെങ്കിൽ തകപ്പനെ ആരുമേ പാക്കതയില്ല, എന്നെ പാത്തോട്ടാൻ തകപ്പനെ പാക്കത്. അന്നേരം തകപ്പനാറ് തൻ്റെ പിള്ളയ്ക്ക് അല്ലെങ്കിൽ തൻ്റെ മകന് കൊടുത്ത ആ മഹിഴ്ച അത് നമുക്കും പാക്കണം. അതുമൂലം നമുക്കും എന്നെ കിടക്കും, നമുക്കും തിരിയും. അവൻ തൻ്റെ തകപ്പനാർ തൻ്റെ മകനെ കൊടുത്ത ആ മഹിഴ്ച നമുക്കും കിട്ടും. അതായത് നമുക്ക് നമ്മുടെ ഇപ്പം നമുക്ക് എക്സാമ്പിൾ എന്നെ ഇപ്പോഴും ചൊല്ലിക്കഴിഞ്ഞാൽ എൻ്റെ പൈസ ഒന്നുമേ ഇല്ല, ഞാൻ ജസ്റ്റ് ഞാൻ എഴുതിയിരിക്കുക. എന്നാൽ എൻ്റെ തകപ്പനാര് എനിക്ക് ரொம்ப പണം തന്നു കഴിഞ്ഞാൽ, ഇപ്പം അത് തന്നെന്ന് പറഞ്ഞാൽ എന്നെ അർത്ഥം ഇപ്പം അത് എനിക്കും കൂടെ യൂസ് പണ്ണാൻ പറ്റും, അല്ലെങ്കിൽ എനിക്കും കൂടെ അത് ഉപയോഗിക്കാൻ പറ്റും. അന്നേരം ആണ്ടവരുടെ മഹിഴ്ച ആണ്ടവർ നമുക്ക് തന്നിരിക്കുകയാണ്. അതും അവൻ്റെ മഹിമയുടെ ഒപ്പം, അതായത് അവൻ്റെ മഹിമയുടെ ധനത്തിനൊപ്പം നമുക്ക് തന്നിരിക്കുകയാണ്. അന്നേരം നമുക്കും ആ മഹിഴ്ച കിടക്കുകയാണ്. നമുക്ക് മഹിഴ്ച എന്തുകൊണ്ട് നേരത്തെ ഇല്ല എന്ന് ചൊല്ലിയാൽ, നമ്മൾ ഉൽപ്പത്തിയിൽ നമ്മൾ പോകുമ്പോൾ നമുക്ക് എന്നാ വാസിക്കാൻ പറ്റും? ആദം പാവം പണിയത് മൂലം അവൻ്റെ മഹിഴ്ച പോയാച്ച്. അന്നേരം അവൻ്റെ മഹിഴ്ച പോകാൻ കാരണം എന്തുവാ? അവൻ പാവം ചെയ്തു. അതായത് നമ്മൾ പാവം ചെയ്യുന്ന മൂലം നമ്മുടെ മഹിഴ്ച പോയാച്ച്. എന്നാൽ ഈ മഹിഴ്ച നമുക്ക് കിട്ടാൻ വേണ്ടി എന്നാ പണണം? അത് നമ്മൾ അവൻ്റെ മഹിമാധനത്തിനൊത്തോണം നമ്മൾ അവനെ മഹത്വപ്പെടുത്തുമ്പോൾ ആ മഹിമാധനം അവന് കൊടുത്ത മഹിമാധനം കാരണം അവൻ സമ്പൂർണ്ണനാകുമ്പോൾ അവൻ സമ്പൂർണ്ണനാണ്. അതുകൊണ്ട് നമുക്കും സമ്പൂർണ്ണത கிடைക്കും. നമ്മളും അവന് ഒപ്പം വരും. അല്ലെങ്കിൽ നമ്മളും തകപ്പനായ ആണ്ടവരുടെ മുമ്പിൽ ചെല്ലുമ്പോൾ നമ്മൾ സമ്പൂർണ്ണരായിട്ട് ചെന്നിരിക്കുകയാണ്. കാരണം നമ്മൾ പാവമുള്ളവരായിരുന്നിട്ടും അവൻ നമ്മുടെ പാവം ഏറ്റെടുത്ത് അവൻ നമുക്ക് വേണ്ടി ക്രൂസിൽ മരിച്ച് അവൻ ക്രൂസിൽ തറയ്ക്കപ്പെട്ട് അവൻ നമുക്ക് വേണ്ടി രക്തം ചിന്തി അവൻ നമ്മളെ വീണ്ടെടുത്ത് പാപമില്ലാത്തവരായി പവിത്രരാക്കി നമ്മളെ തീർത്ത് അങ്ങനെയുള്ള നമുക്ക് അവൻ്റെ മഹിഴ്ച നമുക്ക് തന്ന് നമ്മളും മഹിഴ്ചയുള്ളവരായി തീർന്നു. എന്നിട്ട് നമ്മൾ മഹിഴ്ചയുള്ളവരായി തീർന്നപ്പോൾ നമ്മൾ ആണ്ടവർക്ക് ചിത്തമായ കാര്യങ്ങൾ ചെയ്യുവാൻ തക്കോണം അപ്പോസ്തലനായ പൗലോസ് എന്നാ சொல்லுது? ഞാൻ ആ മഹിഴ്ചയ്ക്ക് ഒപ്പം ഞാൻ ആണ്ടവർക്ക് വേണ്ടി അധ്വാനിക്കുന്നു. ഞാൻ അത് ആണ്ടവരുടെ ആ ബുദ്ധിയും ജ്ഞാനവും താൻ എനിക്ക് നൽകിയിരിക്കുന്നത് അത് ഞാൻ ചൊല്ലുന്നു എന്ന് നമ്മൾ വാസിക്കാൻ നമുക്ക് പറ്റും. അന്നേരം ഇങ്ങനെ നമ്മൾ ഇങ്ങനെ ചൊല്ലുക, ഞാൻ അവൻ്റെ വേല ചെയ്യുന്ന അവൻ്റെ മഹിഴ്ചയ്ക്കൊപ്പം താൻ ഞാൻ വേല ഇവർക്ക് തിന്നമായിട്ട് അവൻ്റെ അത് മാത്രമല്ല എന്നിൽ അവൻ്റെ ആ മഹിഴ്ചയുടെ ബലം എന്നിൽ വർദ്ധിക്കുമ്പോൾ അതിനെ തക്കവണ്ണം ഞാൻ പോരാടുന്നത് അല്ലെങ്കിൽ ഞാൻ യുദ്ധം പണുന്നത് എന്ന് നമ്മൾ കേൾക്കാൻ പറ്റും. ആണ്ടവരുടെ നാമം മഹിമപ്പെടുമാറാകട്ടെ. ആണ്ടവർ നൽകിയിരിക്കുന്ന വചനത്തിനായി സ്തോത്രം ചെയ്യാം. ആണ്ടവർ നമുക്ക് പിന്നെയും ആണ്ടവരുടെ വചനത്തെപ്പറ്റി പിന്നെയും ചിന്തിക്കാം. ആമേൻ.